ഇബ്ലീസിന് നിന്റെ കാര്യത്തിൽ വല്ലാത്ത സ്വാധീനമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നീ അതിനെ വിട്ടുകളഞ്ഞാൽ അല്ലാഹ് ഇബ്ലീസിന്റെ കയ്യിൽ നിന്നെ കൊടുക്കുകയാ, ഇബ്ലീസിന്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഇബ്ലീസ് കൂടിക്കഴിഞ്ഞാൽ, ശൈത്താൻ നിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടില്ലല്ലോ, പിന്നെ സർവ്വതും തകർന്നല്ലോ. അത് നിന്റെ നാശമാണല്ലോ, നിന്റെ നാശമാണല്ലോ. അതുകൊണ്ടാണ് പടച്ചവനെ പലരും ഇങ്ങനെ ആയിപ്പോയത്, പലരുടെയും ജീവിതം ഇങ്ങനെയായത്. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ പടച്ചവനെ മുസ്ലിമീങ്ങളെ മാത്രമല്ല, രോഗികളും പ്രായമുള്ളവരും എന്തിന് അമുസ്ലിമീങ്ങൾ പോലും നോമ്പ് പിടിക്കുമല്ലോ. ഈ പരിശുദ്ധമായ റമദാൻ കടന്നു വരുമ്പോ മുസ്ലിമീങ്ങൾ പോലും ഈ മാസത്തെ ആദരിക്കുമല്ലോ, ബഹുമാനിക്കുമല്ലോ. പക്ഷേ പ്രിയപ്പെട്ട മുസ്ലിമേ, പരസ്യമായി നിന്ന് സിഗരറ്റ് വലിക്കുന്ന അബൂബക്കറിനെ കാണാ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേരിട്ടിട്ട് പരസ്യമായി വീടി വലിച്ചുകൊണ്ട് നടക്കുന്നവനെ കാണുമല്ലോ, പരസ്യമായി നിന്ന് കുടിക്കുന്നവനെ കാണുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹു അവനെ ഇബ്ലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാ. അവൻ ഇബ്ലീസിന്റെ അനുയായിയാ. കാരണം അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അവനെ ചിന്തിക്കാത്തവനോ, അതിനെ പരിഗണിക്കാത്തവനോ, അതിനെ നിസ്സാരമായി തള്ളുന്നവനോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് അല്ലാഹു തരുന്ന 7 ശിക്ഷകളാ. ഇത് നിസ്സാരമായി കാണല്ലേ, ഇത് നിസ്സാരമായി കാണല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിനെ പാരായണം ചെയ്യൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ തേങ്ങുമല്ലോ. ആ ഖുർആനിന്റെ കണ്ണുനീര് വീണാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെടില്ലല്ലോ, സർവ്വതും തകർന്നു പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പരിശുദ്ധമായ ഖുർആനെ പാരായണം ചെയ്യുന്ന വീടുകളാകും. ശഅബാനെത്തിയല്ലോ, റജബുന് സുഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് റജബ്. വശഅബാനു ശഹ്രീ, എന്റെ മാസമാണ് ശഅബാൻ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മാസം വന്നല്ലോ. പടച്ചവനെ, റമളാൻ വരികയല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനെന്ന് പൊടിയൊക്കെ തൂത്തുകളഞ്ഞ് ആ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് പാരായണം ചെയ്ത് നമ്മുടെ വീട് പ്രകാശിപ്പിച്ചുകൂടെ, നമ്മുടെ ജീവിതം പ്രകാശിപ്പിച്ചുകൂടെ, നമ്മുടെ ആഖിറം പ്രകാശിപ്പിച്ചുകൂടെ, നമ്മുടെ 6 അടി മണ്ണുന്നോ. പടച്ചവനെ, ഫുളൈലിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ തന്റെ വരുതിയിൽ കൊണ്ടുവരുമായിരുന്നു, ശാരീരികമായി ബന്ധപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ് ഫുളൈല്. അപ്പോഴാണ് പടച്ചറപ്പേ ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ നടന്നു പോകുന്നു. ഫുളൈലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഫുളൈലിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ആ പെണ്ണിന്റെ പുറകെ പോവുകയാ. തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി, തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി. പക്ഷേ പെണ്ണ് തയ്യാറാകുന്നില്ല, എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. ഫുളൈലിന് വല്ലാത്ത ദേഷ്യമായി, ഫുളൈലിന് വല്ലാത്ത ദേഷ്യമായി. പടച്ചവനെ, പാതിരാത്രിയിൽ ആരും കാണാതെ വീടിന്റെ മതിൽ ചാടുകയാ. സുന്ദരിയായ പെണ്ണിന്റെ വീടിനകത്ത് കടന്നു ചെന്നു, വാതില് ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി ആഗ്രഹം പറഞ്ഞു. പെണ്ണ് സഹകരിക്കാതെ വന്നപ്പോ ഫുളൈലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ പീഡിപ്പിക്കുകയാണ്. ആരോഗ്യമുള്ളവനാണ്. പടച്ചവനെ, ആ പെണ്ണിനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തുകയാ. എന്നിട്ട് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാ തയ്യാറെടുക്കുമ്പോ അവിടെ ആ പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി 2 കാലുകളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അടുത്ത വീട്ടിലിരുന്ന് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ ഇരുന്ന് പാരായണം ചെയ്യുകയാണ്. അപ്പോഴാണ് ആ പെണ്ണ് ചോദിക്കുന്നു, ഫുലൈലേ, കേട്ടില്ലേ ഫുലൈലേ, കേട്ടില്ലേ ഫുലൈലേ, നന്നാകാ സമയമായില്ലേ? അടുത്ത വീട്ടിലിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോ, ആയത്തിന്റെ അർത്ഥമോർത്തപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫുലൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നന്നായെന്ന് ചരിത്രം പറയുമ്പോ, ഇന്നടുത്ത വീട്ടിലെങ്ങാണം ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടാൽ ഇന്ന് കേൾക്കാറില്ലല്ലോ. പടച്ചവരെ, ഒരു വീടിനകത്തും കേൾക്കാറില്ല. ഇന്ന് മഗ്രിബ് കഴിഞ്ഞ സീരിയലിന്റെ ശബ്ദമാ. എല്ലാവരും ടിവിയുടെ ഫ്രണ്ടിലാ. പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സീരിയലിന്റെ ഫ്രണ്ടിലിരുന്ന് കരയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, യാസീൻ ഓതേണ്ട സമയമല്ലേ, വാക്യ ഓതേണ്ട സമയമല്ലേ, സജദ ഓതേണ്ട സമയമല്ലേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യേണ്ട സമയമല്ലേ, പടച്ചവനെ സൂറത്തുർ റഹ്മാൻ ഓതേണ്ട സമയമല്ലേ? ഇതിന്റെയൊക്കെ പ്രതിഫലം ചെറുപ്പകാലം മുതലേ പഠിച്ചവളല്ലേ? അല്ലാഹുവേ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ വീട്ടിൽ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറിയാത്ത ആരാവുള്ളത്, അറിയാത്ത ആരാവുള്ളത്? സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴാണ് പടച്ചവനെ സ്വഹാബത്ത് കടന്നു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന സ്വഹാബത്ത് വരുന്നത്. പാവപ്പെട്ടവനാണല്ലോ. അവസാനം മരണത്തോട് മുന്നടിക്കുന്ന സ്വഹാബികളുടെ ചാരത്ത് ചെന്നിട്ട് കുറച്ചു പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നും നിങ്ങൾ കരുതി വെച്ചിട്ടില്ലല്ലോ, നിങ്ങളുടെ പെമ്മക്കളൊക്കെ വളർന്നു വരികയല്ലോ, അവരുടെ വിവാഹം നടത്തണമല്ലോ, അതുകൊണ്ട് ഈ പൈസ ഇന്നാ എന്ന് പറഞ്ഞു ഉസ്മാൻ തങ്ങൾ കൊടുക്കുമ്പോ സ്വഹാബി കരയുകയാ. സ്വഹാബി കരയുകയാ, ഉസ്മാനേ, എന്റെ പെമ്മക്കളുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത്, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താ അല്ലാഹു അവർക്ക് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മക്കൾക്ക് ഞാൻ സൂറത്തുൽ വാഖിയ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെ എങ്ങനെ കെട്ടിക്കുമെന്ന് എനിക്ക് പേടിയില്ല, എന്റെ കുടുംബം പട്ടിണിയാകുമെന്ന് എനിക്ക് പേടിയില്ല എന്ന് സ്വഹാബി വര്യനവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, ഒന്ന് മഗ്രിബ് കഴിഞ്ഞ് വീടിനകത്ത് കയറി ചെന്നാ ഉമ്മ സീരിയല് കാണുകയാ. ഓരോ മൊബൈലെടുത്ത് വെച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന മക്കളുണ്ട്. പടച്ചവനെ, കാർട്ടൂണ് കാണുന്ന മക്കളുണ്ട്. പാല് കുടിക്കുന്ന കുഞ്ഞുമെന്ന കാർട്ടൂണ് കാണുന്ന കാലമാ. എവിടെ ചെന്നാലും ഓരോ കുട്ടികളുടെ കയ്യിലും വലിയ വലിയ ഫോണുകളാ. കാലം ഇങ്ങനെ ആയിപ്പോയില്ലേ? അല്ലാഹുവേ, സൂറത്തുൽ മുൽക്ക് സാധാരണ സൂറത്തല്ലല്ലോ, 6 അടി മണ്ണിനകത്ത് പ്രകാശമാകുന്ന സൂറത്തല്ലേ, 6 അടി മണ്ണിനകത്ത് കൂട്ടുകാരനാകുന്ന സൂറത്തല്ലേ? ആ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചല്ലോ. എന്തുകൊണ്ടാണ് ഞാനും നിങ്ങളും പാരായണം ചെയ്യാത്തത്? സൂറത്തു യാസീൻ ഓതണമല്ലോ. സൂറത്തു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിനക്ക് ജന്മം നൽകിയ അല്ലാഹു തന്ന ആയുസ് നിനക്ക് വേണ്ടി മാറ്റിവെച്ച നിന്റെ വാപ്പ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്തല്ലേ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട ഉമ്മ കബറിലല്ലേ? അവർക്ക് നന്മ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ മരിച്ചു പോയവർക്ക് വേണ്ടി വീടിനകത്ത് മഗ്രിബ് കഴിഞ്ഞിട്ടിരുന്നൊരു യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാൻ നിനക്ക് കഴിയാതെ പോയില്ലേ പെങ്ങള്?
സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താ റഹ്മത്തിന്റെ മലക്കുകളാ വീട്ടിലേക്ക് വരുമല്ലോ. അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ. എന്തുകൊണ്ടാ ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാ ചിന്തിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യണേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണേ. അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇന്ന് വരെ കഴിഞ്ഞതൊക്കെ പോകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. ഇത്രയും കാലം ചെയ്തതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പിരിയാം. പക്ഷേ ഇന്നൊരു തീരുമാനമെടുക്കണം ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, ഇന്നു മുതൽ മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഞാൻ എടുക്കും. എല്ലാ ദിവസവും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ എടുക്കും. 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഞാൻ ഖുർആൻ നോക്കി ഓതും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കും. 114 സൂറത്തിൽ ഏതെങ്കിലും ഒരു സൂറത്ത്, സൂറത്തുൽ ബഖറ വേണോ, സൂറത്തുൽ കൗസർ വേണോ, ഏത് വേണമെങ്കിലും ഓതാം. 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഖുർആൻ നോക്കി ഓതണം. കാണാതെ ആരും ഓതണ്ട. കാണാതെ ഓതുന്നതിനും കണ്ട് ഓതുന്നതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾ ഖുർആൻ കാണാതെയാണ് ഓതുന്നതെങ്കിൽ ഓതിയ പ്രതിഫലം. പക്ഷെ ഒരാൾ ഖുർആൻ കണ്ടാണ് ഓതിയതെങ്കിൽ കണ്ടോതിയ പ്രതിഫലവും ഓതിയ പ്രതിഫലവും കിട്ടും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? കുട്ടികളൊക്കെ ഒന്നും ഉണ്ടാതിരുന്ന പുറകിലുള്ളവർ പറ, ഓതിക്കൂടെ? ഉറക്കെ പറ. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നു, അവർക്ക് മരിക്കുന്ന സമയം ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. പോരാ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി ഇതിനെക്കാളും തൊണ്ട പൊട്ടും. റോഡിൽ കൂടെ കടന്നിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരുത്തന് വേണ്ടി കടന്നിട്ട് പോവും. ഒരു കാര്യമില്ല ഞങ്ങളെ. ഓൻ നീ ആരാന്ന് ഓന് പോലും അറിയത്തില്ല, നീ ആരാണെന്ന് പോലും അവൻ അറിയത്തില്ല. അവന് വേണ്ടിയാ നീ കടന്ന് ജയ് വിളിക്കുന്നത്. കോയി ഫായിദാനിയെ, ഒരു പ്രയോജനമില്ല. ഇപ്പൊ ഒരു ഇൻഷാ അല്ലാഹ് പറ, മരിക്കുമ്പോഴെങ്കിലും ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? പറ്റത്തില്ല, ഉറക്കെ പറയണം. നീ തൊണ്ട പൊട്ടി മരിച്ചാൽ ഞാൻ ദുആ ചെയ്തോളാം, ഷഹീദിന്റെ കൂലി. ഈ ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ട് നീ മരിച്ചാൽ ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഒരു ഹത്ത ഓതിക്കോളാം ഇൻഷാ അല്ലാഹ്. അതല്ല അത്രയും വലിയ പുണ്യല്ലേ? ഇത്രയും ഉസ്താദന്മാരില്ലേ? തൊണ്ട പൊട്ടിക്കിട്ട് മരിച്ച അല്ലാഹുവേ, ഇൻഷാ അല്ലാഹ് പറഞ്ഞു ഒരുത്തം മരിച്ചുപോയി, നീ സ്വർഗം കൊടുക്കണം, നീ ഞാൻ ദുആ ചെയ്തോളാം ഇൻഷാ അല്ലാഹ്. ഇനി ഒരു ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറയാൻ നിനക്ക് മനസ്സ് വന്നില്ലെങ്കിൽ, ഞാൻ ഇത്രയും നേരം കടന്ന് ഏകദേശം മണിക്കൂറുകൾ ഞാൻ നിന്റെ മുന്നിൽ ഖുർആനിന്റെ മഹത്വം പറഞ്ഞിട്ടും നിനക്ക് നന്നാകാൻ തോന്നുന്നില്ലെങ്കിൽ, ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ പോലും നിന്റെ മനസ്സ് കഴിയുന്നില്ലെങ്കിൽ, നിനക്ക് ഞാനൊരു പ്രതിഫലം പറഞ്ഞു തരാം. നീ അത്ര അല്ലെ, മതവിളവെന്ന മതകളകിയ ആന വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കണമെന്ന് പറയത്തില്ലേ? അല്ലേ? അങ്ങനെ ചിലരുണ്ട്, മതകളകുന്ന ആര് വന്നാലും ഞാൻ അനങ്ങൂല. നിനക്ക് ഞാനൊരു പ്രതിഫലം പറഞ്ഞു തരാം. നീ എങ്ങനെ ചാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തെങ്കിലും നീ പാരായണം ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ പോലും പറ്റാത്ത നീ, നിനക്ക് അല്ലാഹ് തരുന്ന നിന്റെ മരണം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ ഓതാൻ തീരുമാനിച്ചവരൊക്കെ ഒന്ന് കൈവക്ക്. രണ്ടാമത് ചാൻസ് ഇല്ല, അതുകൊണ്ടാ. അൽഹംദുലില്ലാഹ്, എല്ലാരും കൈവക്കി. എന്നാലും പൊക്കാത്തവരുണ്ട്. ഓൻ ഇനി പൊക്കാൻ ആര് വരുമോ? അല്ലാഹു അലം. ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാരുള്ള കാലവാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ശൈത്താനിനെക്കാളും വലിയ ഒരു ശൈത്താനുണ്ട്. ആരാന്നറിയോ? ഇബ്ലീസിനെക്കാളും വലിയ ഒരു ശൈത്താനുണ്ട്. ആരാ? പറയടോ. ചിലര് ജംറയിൽ പോയിട്ട് കല്ലെറിയും. ഇബ്ലീസിനെ ഇങ്ങനെ കല്ലെറിയുമ്പോ ഇബ്ലീസ് ചോദിക്കും, അളിയാ നീ എന്നെ അറിയുന്നോട്?
നമ്മൾ തമ്മിൽ ഇത് വേണോ അളിയാ? അതാ ചിലരുടെ അത് അത്രയ്ക്കും ബന്ധം. ഈ നരകത്തില് നാളെ പരലോകത്തെ നരകത്തിന്റെ മുന്നിൽ ഇബ്ലീസ് ഇങ്ങനെ ഇരിക്കുന്ന, നരകത്തിന്റെ മുന്നിൽ ഇബ്ലീസ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇബ്ലീസിന്റെ കൂട്ടുകാർ വരുമ്പോ വാളിയെ കയറിക്കോ, ഞാൻ വരാം, നീ കയറിക്കോ, ഇങ്ങനെ വിളിച്ചു വിളിച്ച് കയറ്റി ഓരോരുത്തരെ എല്ലാവരും ഇങ്ങനെ നരകത്തിലേക്ക് കയറ്റി വിടും. അപ്പൊ അവൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നാ പറയണം. ഇങ്ങനെ ഇരിക്കുമ്പോ ഫിർഔൻ ഇങ്ങനെ നടന്നു വരും. ആര്? ഫിർഔന്റെ പേര് കേൾക്കുമ്പോ എന്ത് പറയാനാ പഠിച്ചിട്ടുള്ളത്? റളിയല്ലാഹു അൻഹു. പിന്നെ മിണ്ടായിരിക്കണേ. ഫിർഔൻ ഇങ്ങനെ നടന്നു വരിക. ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമ്പോ ഇബ്ലീസ് എഴുന്നേറ്റ് നിൽക്കും. അത്ര ഇബ്ലീസ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ ഫിർഔൻ ചോദിക്കും, എന്തുവാടാ എന്നെ കണ്ടപ്പോ എഴുന്നേറ്റ്? നീ എന്നെ കളിയാക്കണോടാ? എന്നെ പിഴപ്പിച്ചത് നീ അല്ലേടാ? നീ അല്ലേടാ എന്നെ നശിപ്പിച്ച? നീ എന്നിട്ട് ഇപ്പൊ എന്നെ കളിയാക്കുന്നു. അപ്പൊ ഫിർഔനോട് പറയൂ അത്രേ, നിന്നെ നശിപ്പിച്ചതും പിഴപ്പിച്ചതൊക്കെ ഞാനായി. നരകത്തിൽ കിടക്കുന്ന ആൾക്കാരെ മുഴുവനും പിഴപ്പിച്ചത് ഞാൻ തന്നെയാണ്. പക്ഷെ അളിയ നീ സാധാരണ ആളല്ല, നീ സാധാരണ ആളല്ല, എന്നെ കണ്ടാ എഴുന്നേക്കണം. അപ്പൊ ഫിറഔൻ ചോദിക്കാതെ എന്തേന്ന്? അപ്പൊ ശൈത്താൻ പറയൂ അത്രേ, ഈ ലോകത്ത് ഈ നരകത്തിൽ കിടക്കണവരെ മുഴുവനും പിഴപ്പിച്ചത് ഞാനാ. പക്ഷെ ഞാൻ ഇന്ന് വരെ ആരോട് ഞാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇബ്ലീസ് ഇന്ന് വരെ ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാനാ അള്ളാന്ന്. അവൻ പറഞ്ഞിട്ടില്ല. കാരണം അവൻ അള്ളാഹെ നല്ലപോലെ അറിയാം. അവൻ അള്ളാനെ നല്ലതുപോലെ അറിയാം. അള്ളാഹുടെ ശിക്ഷ അവൻ അറിയാം. അതുകൊണ്ടല്ലേ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാമും മലക്കുകൾ ഇറങ്ങി വരുമ്പോ ജീവനും കൊണ്ടോടിയെ. കയ്യെ പിടിച്ചിരുന്ന ആള് വിടാതെ വന്നപ്പോ നെഞ്ചത്തടിച്ച് തള്ളിയിട്ടാ ഓടിയെ. തലയിൽ തുണിയിട്ട് പതുങ്ങിയിരുന്നു. കാരണം ഓൻ അറിയാം മലക്കുകൾ ആരാ, അള്ളാഹ് ആരാ. പക്ഷെ ഇന്ന് വരെ ഇബ്ലീസ് ആരോടും പറഞ്ഞിട്ടില്ല ഞാനാ അള്ളാന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ആര് പറഞ്ഞു? അന റബ്ബുക്കുമുൽ അഅല, ഞാനാ റബ്ബെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഈ ഫിർഔൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ ശൈത്താൻ ആരാ? അവന്റെ അനുയായികൾ ഇപ്പോഴും ഉണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓനാ കൈവക്കാത്ത, ഓനാണ് ഞാൻ പറഞ്ഞത്. എടാ, പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നിസ്കരിക്കുന്നവന് 27 ഇരട്ടി പ്രതിഫലമുണ്ട്. അറിയാത്ത ആരാവള്ളേ? ദൂരെ കിടക്കുന്ന വാപ്പ വരെ നടന്നു വരും. പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്നവൻ കട്ടം പിടിയും മരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നിന്ന് കഅബാലയത്തിലേക്ക് വരുന്ന വഴിയില അബൂജഹലിന്റെ വീട്. കഅബയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് അബൂജഹല. പക്ഷെ അബൂജഹൽ പള്ളി കയറൂല. ആര് പോകുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ മനസ്സില്ലാത്തവൻ അവൻ ചാകുന്നത് എങ്ങനെയാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവൻ എങ്ങനാ ചാകുന്നത്, അവന്റെ മരണമൊഴി എന്താണെന്ന് വരെ ഖുർആൻ പറയുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. കേൾക്കണോ? കേൾക്കണോ? വേണ്ടടോ, നെഞ്ചു പൊട്ടി ചിലപ്പോ ഇപ്പൊ തന്നെ മരിച്ചു പോകും. ആ ആയത്ത് കേട്ടാൽ ആ ചാകുമ്പോ അവൻ എന്താ പറയണെന്ന്, മരണമൊഴിക്ക് വിലയുണ്ടെന്ന് ലോകത്ത് ആദ്യം പറഞ്ഞത് ഖുർആനാ. എന്ന് പറയത്തില്ലേ മരണമൊഴിക്ക് വലിയ വിലയില്ലേ? എങ്കിലും മരണമൊഴിക്ക് ഏറ്റവും കൂടുതൽ വിലയുണ്ടെന്ന് ആദ്യം പറഞ്ഞത് ഖുർആനാ. ഖുർആൻ പറയുന്നുണ്ട് അവൻ ചാകുന്നത് എങ്ങനാ, അവൻ അവസാനമായിട്ട് പറയുന്ന വാക്കെന്താ? അള്ളാഹു കാക്കുമാറാകട്ടെ. വേണോ? അത് പറഞ്ഞിട്ട് ഈ മജ്ലിസിന്റെ ബർക്കത്ത് മഹത്വം കളയണ്ട. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരു സൂറത്ത് ഓതാൻ ഞാൻ പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ തിരക്കുള്ളവരല്ലേ, വലിയ ബിസിനസ്മാന്മാരല്ലേ, അംബാനിയുടെ ആൾക്കാരല്ലേ, കച്ചവടമൊക്കെയാണ്, നിസ്കരിക്കാൻ പോലും സമയമില്ലാത്ത നിങ്ങളോട് ഒരു സൂറത്ത് ഓതാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? ഒരായത്ത് ഓതുവോ? ഒരായത്ത് ഓതുവോ? ഞാൻ ഖുർആനിൽ ഒരായത്ത് പറഞ്ഞു തരാം. ഈ ആയത്ത് ആരെങ്കിലും എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അള്ളാഹു അവന് സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് കിട്ടും? ഒറ്റ ആയത്ത് ഓതിയ സ്വർഗം കിട്ടും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, ഓതുവോ? എടാ, ഒരു സൂറത്തിന്ന് ഒരു ആയത്തിലേക്ക് ഇറങ്ങിയില്ലേ? ഇനിയെങ്കിലും പറ, ഓതിക്കൂടെ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യും. ഈ ആയത്ത് നിങ്ങൾ ആരെങ്കിലും പാരായണം ചെയ്താൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം അവരുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ മാത്രമേ ഉള്ളൂ. ഒരേ ഒരു മരം, ഒറ്റ ഒരു മറയേ ഉള്ളൂ സ്വർഗത്തിന്റെയും നിങ്ങളുടെയും ഇടയിൽ. മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ജീവിച്ചിരുന്നാ പോകാൻ പറ്റുമോ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, പറ്റുമോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. അപ്പൊ നിങ്ങളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഏകയുള്ള മറ അത് മരണമാണ്. മരിക്കുക, പോകുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
ഏതായത്താ പാരായണം ചെയ്യുക? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ വല്ലാത്ത പ്രതിഫലമാണ് പെങ്ങളെ. സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മ ഇന്നുവരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തെങ്കിലും ഓതിയിട്ട് നീ കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ കരയണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ കരയണേ. കരഞ്ഞാ നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അതുകൊണ്ട് ഓതാൻ തീരുമാനിച്ചവരെ ഓസിനാരും ഓതണ്ട, വെറുതെ ആരും ഓതണ്ട. അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടിട്ട് നീ പാരായണം ചെയ്യൂ. പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് പടച്ചവനെ ഈമാനുള്ള മരണം വേണം. സ്വർഗ്ഗത്തിൽ പോകണമെന്നല്ല വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്ന് കൊതിക്കുന്നവരാ, ആഗ്രഹിക്കുന്നവരാ. എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. പലരുടെയും മയ്യത്ത് കണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസം മരിച്ചവരെ കണ്ടല്ലോ, മരിച്ചു കിടക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടന്നവരെ കണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവരെ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ ചാരത്ത് കടന്നു വന്ന് കാലിന്റെ തള്ളവരുടെ മുതൽ റൂഹ് പിടിച്ചു തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവരുമ്പോ അവസാനമായി തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയത്ത് പടച്ചറപ്പ് തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പഠിച്ചു വെച്ചിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് മരിക്കാം നിനക്ക് മോഹമുണ്ടോ? അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമാണ് വാപ്പാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടുന്ന പാരായണം ചെയ്താൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം. അല്ലാതെ പലരും പറയും, ഉസ്താദേ എന്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച രാവില, എന്റെ ഉമ്മ മരിച്ചത് 27-ാം രാവില, എന്റെ ഉമ്മ സഹാദത്ത് കലിമ പറയുന്നത് ഞാൻ കേട്ടു ഉസ്താദ്, എന്റെ ഉപ്പ തഹജ്ജുദ് നിസ്കരിച്ചിട്ടാ മരണപ്പെട്ടത്. പറഞ്ഞുകൊണ്ട് നടക്കുന്ന മക്കളോട് ഞാൻ പറയുകയാ, നിനക്കൊന്നും കിട്ടില്ലടാ ചെറുപ്പക്കാരാ. നിന്റെ വാപ്പ വെള്ളിയാഴ്ച മരിച്ചാ നിനക്കൊരു ചുക്കുമില്ല, നിനക്കുള്ള ഒരു പ്രതിഫലവും തരൂല. പെങ്ങളെ, നിനക്കൊരു പ്രതിഫലവും കിട്ടൂല. ആ ഉമ്മ വെള്ളിയാഴ്ചയാണ് മരിച്ചതെങ്കിൽ ആ ഉമ്മയുടെ വയറ്റിൽ കിടന്ന നീയും അങ്ങനെ മരിക്കടി പെണ്ണ്. അപ്പോഴാ നീ ആ ഉമ്മയുടെ മകളാകുന്നത്. വാപ്പ വെള്ളിയാഴ്ച ദിവസമാണ് മരിച്ചതെങ്കിൽ ഈ റമളാനിലെ വെള്ളിയാഴ്ച മരിച്ചു കാണിക്കൂ. അപ്പോഴാണ് നീ ആ ഉപ്പയുടെ മകനാകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, കൈമുക്കിയവര്, രാത്രിയിൽ ഇവിടെ ഇരുന്ന് കൊണ്ട് ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ചവര്, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നല്ല മരണമാ, ഈമാനുള്ള മരണമാ. രണ്ടാമത്തെ പ്രതിഫലം കേൾക്കണോ? രണ്ടാമത്തെ പ്രതിഫലം കേൾക്കണോ? പടച്ചവനെ, ചിലരൊക്കെ മരിച്ചു കിടന്നപ്പോ അവരുടെ മുഖത്തിട്ടിരുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ.
അല്ലാഹുവേ എന്തൊരു പ്രകാശമെന്നറിയോ, എന്തൊരു പ്രകാശമെന്നറിയോ. പടച്ചവനെ ചിലരുടെയൊക്കെ മുഖം കാണുമ്പോ സമസ്തയുടെ പണ്ഡിതന്മാരായിരുന്ന പടച്ചവനെ അതാ ഈ അടുത്ത് മരണപ്പെട്ടു പോയ അത്തിപ്പറ്റ ഉസ്താദിന്റെ മുഖം കണ്ടവരല്ലേ, പടച്ചവനെ ചെറുശ്ശേരി ഉസ്താദിന്റെ മുഖം കണ്ടവരല്ലേ, കോയക്കുട്ടി ഉസ്താദിന്റെ മുഖം കണ്ടവരുണ്ടല്ലോ. പടച്ചവനെ എന്തിനാ പണ്ഡിതന്മാര് മരിച്ചു കിടക്കുന്ന സമയത്ത് അവര് നമ്മളെ കൊതിപ്പിച്ചില്ലേ? മരിച്ചാൽ ഇതുപോലെ മരിക്കണം മക്കള്, മരിച്ചാൽ ഇതുപോലെ മരിക്കണം മക്കള് എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് കാണാമെന്നവരവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇവര് ഉറങ്ങുകയാ, ഇവർ ഉറങ്ങുകയാ എന്ന് പറഞ്ഞുകൊണ്ട് മുഖത്തേക്ക് പിന്നെയും പിന്നെയും നോക്കിയിരുന്ന രീതിയിൽ നമ്മുടെ നേതാക്കന്മാരായ പണ്ഡിതന്മാർ ഈ ലോകത്തു നിന്ന് കൊതിപ്പിക്കുന്ന രീതിയിൽ യാത്ര പറഞ്ഞത് കണ്ടവരല്ലേ, കണ്ടവരല്ലേ. അതുകൊണ്ട് അതുപോലെ ഒരു മരണം നിനക്ക് വേണോ? എന്റെ പ്രിയപ്പെട്ട SKSSF-ന്റെ പ്രവർത്തകരോട് മക്കളെ പരിശ്രമിക്കടാ, ഇതൊന്നും വെറുതെയാകില്ല, ഇതൊന്നും വെറുതെയാകില്ല. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം വല്ലാത്ത വലുതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പലരും മരിച്ചു കിടന്നപ്പോ അവരുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, അവരുടെ ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. പടച്ചവനെ ജീവിച്ചിരുന്ന കാലത്ത് ഭാര്യ ഭർത്താവിന്റെ കൂടെ നടക്കാറില്ല. എപ്പോഴും പറയും നിങ്ങളുടെ നിറം കറുപ്പാണ്, നിങ്ങൾക്ക് ഗ്ലാമർ ഇല്ല, നിങ്ങൾക്ക് ഗ്ലാമർ ഇല്ല എന്ന് പറഞ്ഞു ജീവിതത്തിൽ ഭർത്താവിനെ കൂടെ കൊണ്ട് നടക്കാത്ത ഭാര്യ, ഭാര്യയെ കൂടെ കൊണ്ട് നടക്കാത്ത ഭർത്താവ്. എന്തിലും നിന്റെ പെങ്ങള്, എങ്കിലും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു കിടന്നപ്പോ അവസാനം കുളിപ്പിച്ചു പുരുക്കി കഫം തുണിയിൽ പൊതിഞ്ഞിങ്ങനെ കിടത്തിയപ്പോ അവസാനമായിട്ട് നിന്നെ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ട് നിന്റെ ഭർത്താവിന്റെ മുഖമൊന്ന് അവസാനമായി കാണിച്ചു തരുമ്പോ ഇന്നുവരെ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയിരുന്ന നിന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത ഒരു പ്രകാശമായിരുന്നില്ലേ പെണ്ണേ? കാട കവളിങ്ങനെ മഞ്ഞ നിറമായിരുന്നു. എന്തൊരു വെളിച്ചമാ, എന്തൊരു വെളിച്ചമാ. എന്റെ ഭർത്താവിന്റെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയുന്ന ഭാര്യമാര്, അല്ലാഹുവേ മോനെ മരിച്ചു കിടക്കുമ്പോ ചിരിക്കുന്ന ഒരു മരണം വേണം. എടാ നിന്നെ കുറ്റം പറയുന്നവർ ജീവിച്ചിരിക്കുമ്പോ നിന്നെ കുറ്റം പറയും, നിന്നെ കളിയാക്കും, നിന്നെ പരിഹസിക്കും, നിന്നെ നാണം കെടുത്തും, നിന്നെ ചീത്ത പിടിക്കും, നിന്നെ തല്ലാൻ വരും. പക്ഷേ നീ മരിച്ചെന്നറിയുമ്പോ ഇവൻ വരുവടാ. ഈ സഹോദരങ്ങളോട് പറയുകയാ, എല്ലാവരോടും ഞാൻ പറയുകയാ, നിങ്ങളെ കളിയാക്കും, പരിഹസിക്കും, നാണം കെടുത്തും, എല്ലാം പറയും. നിന്നെ ഒരുപാട് വേദനിപ്പിച്ചവനായിരിക്കും. പക്ഷേ ഇവിടത്തെ പള്ളിയിൽ നിന്ന് നീ മരിച്ചെന്ന് വിളിച്ചു പറയുമ്പോ നാട്ടുകാര് മൊത്തവും കാണാൻ വരുമല്ലോ, നാട്ടുകാര് മുഴുവനും വരുമല്ലോ. നീ പോകാതിരുന്ന നാണക്കേടല്ലേ? അതുകൊണ്ട് ഇന്നുവരെ നിന്നെ കുറ്റം പറഞ്ഞവൻ നിന്റെ മയ്യത്ത് കാണാൻ നിന്റെ വീടിനകത്ത് കേറി വരും. വരി വരിയായി നിന്നിട്ട് അവസാനം നിന്റെ മുന്നിൽ വന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ നിന്റെ മുഖത്ത് കാണുന്ന ചിരി കണ്ടിട്ട് അവന് പോലും കൊതി തോന്നും. ഇന്ന് വരെ നിന്നെ കുറ്റം പറഞ്ഞ നാവ് കൊണ്ട്, ഇന്ന് വരെ നിന്നെ പരിഹസിച്ച നാവ് കൊണ്ട് അവൻ ഇറങ്ങി പോകുമ്പോ പറയണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം, മരിച്ചാൽ ഇങ്ങനെ മരിക്കണം. അല്ലാഹുവേ എനിക്ക് ഇങ്ങനെ ഒരു മരണം തരണേ അല്ലാ. അവൻ പറയണമടാ, അവൻ ദുആ ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് നീ മരിക്കേണ്ടത്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ആ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്താ നഷ്ടമില്ല സഹോദരാ. മരിച്ചു കിടക്കുമ്പോ ഇതുപോലെ കിടക്കാ, മരിച്ചു കിടക്കുമ്പോ ഇതുപോലെ കിടക്കാ. പ്രതിഫലം കേൾക്കണോ, പ്രതിഫലം കേൾക്കണോ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു മുആദിന്റെ ചരിത്രം അറിയോ? ചെറുപ്പക്കാരനായിരുന്നു. 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്. തുച്ഛമായ കൊല്ലമേ മുസ്ലിമായി ജീവിച്ചുള്ളൂ. 6-8 വർഷമാണ് ഈ ചെറുപ്പക്കാരൻ മുസ്ലിമായിട്ട് ജീവിച്ചത്. പക്ഷേ ഈ സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയടാ ചെറുപ്പക്കാരാ. 8 കൊല്ലമോ 6 കൊല്ലമോ മുസ്ലിമായി ജീവിച്ചുള്ളൂ. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ സിംഹാസനം പോലും കുലുങ്ങുകയാണ്. എന്തൊരു മരണമായിരുന്നെന്നറിയോ? സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കാണുന്നവര് കൊതിച്ചുപോയി.
എന്തൊരു ചിരിയാ റബ്ബേ, എന്തൊരു പ്രകാശമാ റബ്ബേ. അങ്ങനെ വല്ലാത്ത ഒരു മരണമായിരുന്നു, വല്ലാത്ത കൊതിപ്പിക്കുന്ന ഒരു മരണമായിരുന്നു. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മയ്യത്ത് ചുമക്കുന്ന സ്വഹാബികൾ പറയുകയാ, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിനു ഭാരമില്ല നബിയേ. ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, നിന്റെ മയ്യത്ത് ചുമക്കുന്നത് കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, നിസ്കരിക്കാത്തവനല്ല, കള്ള് കഞ്ചാവും അടിച്ച് നടക്കുന്നവനല്ല, അല്ലാഹനെ മറന്ന് നടക്കുന്ന തോന്നിവാസിയല്ല നിന്റെ മയ്യത്ത് ചുമക്കുന്നത്. പിന്നെ ഖുർആനോദിയ ഖുർആനിനെ സ്നേഹിച്ച നിന്റെ മയ്യത്ത് ചുമക്കാ അല്ലാഹുവിന്റെ മലക്കുകൾ വരും വാപ്പാ. അള്ളാന്റെ മലക്കുകൾ വരില്ലേ? അതല്ലേ VVIP എന്ന് പറഞ്ഞാൽ, അതിനല്ലേ മരണമെന്ന് പറയുന്നത്. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ തള്ളവിരൽ കുത്തികെട്ടാ നടന്നു പോകുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയെ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത്? സ്വഹാബാ, സ്ഥലമില്ല സഹാബ. ആകാശത്ത് നിന്ന് 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. എനിക്ക് കാലുകുത്താ സ്ഥലമില്ല, എനിക്ക് നടക്കാ സ്ഥലമില്ല. മലക്കുകൾ ഇറങ്ങി വന്നു. സഹാബ, മയ്യത്തിനു ഭാരമില്ലാത്ത കാരണം ചുമന്നതും മലക്കുകളാ. സഹാബ, നിങ്ങൾ വെറുതെ തോളിൽ വെച്ചതാണ്, ചുമന്നിരുന്നതും മലക്കുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി കബറ് കുഴിച്ച മനുഷ്യനുണ്ടല്ലോ. കബറ് കുഴിച്ചു കൊണ്ടിരിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധവാ. ഈ നാട്ടിൽ കബറ് കുഴിക്കുന്നവരോട് ചോദിക്ക്, വല്ലവർക്കും കബറ് കുഴിക്കുമ്പോ എന്തെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചിലർക്ക് വേണ്ടി കബറ് കുഴിക്കാൻ വല്ലാത്ത ഉത്സാഹമാണ്, പെട്ടെന്ന് കബറ് കുഴിക്കും. വല്ലാത്ത ഒരു പരിമളമാ ചെറുപ്പക്കാരാ. കബറ് കാണാത്ത നിന്നോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പള്ളിപ്പറമ്പിൽ പോകില്ലല്ലോ, പോകണം ചെറുപ്പക്കാരാ. കള്ളുകുടി മാറണോ? നിന്റെ വൃത്തികെട്ട സ്വഭാവം മാറണോ? എടാ, ഒരു ഹോസ്പിറ്റലിലും പോകണ്ട, ഒരു മരുന്നും കഴിക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പള്ളിപ്പറമ്പിൽ പോകാനാ. പള്ളിപ്പറമ്പിൽ വെറുതെ ഒന്ന് പോകടാ, ഏത് ദുസ്വഭാവവും മാറും മോനെ. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും മുന്നോർക്ക്. ഇതുപോലെ ജീവിതകാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? പറ്റുമെങ്കിലും ഇറങ്ങടാ, പേടിയല്ലേ നിനക്ക്? ഞാൻ പറയുന്ന നീ പള്ളിപ്പറമ്പിൽ പോയിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന കബറിനകത്തൊന്ന് ഇറങ്ങി ഒന്ന് നിൽക്കണം മോനെ. ഒരൊറ്റ നിമിഷം മതിയടാ, നിന്റെ എല്ലാ ദുസ്വഭാവവും മാറുമല്ലോ. പെങ്ങള് പറയും, സിറാജ് ഉസ്താദേ, സീരിയല് കാണുന്നത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. റജബ് വന്നിട്ട് പോലും ഞാൻ നന്നായില്ല. വൈകുന്നേരമായാൽ എനിക്കത് കണ്ടേ പറ്റൂ ഉസ്താദേ എന്ന് പറയുന്ന പെങ്ങളെ, നന്നാകണമെങ്കിൽ ഒരു വഴി പറയാ. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചാ നീ മരിച്ച വീട്ടിൽ പോകണം, നീ മരിച്ച വീട്ടിൽ പോകണം. എന്നിട്ട് ചോദിക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാണ്? മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാണ്? എന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയൊന്ന് നിൽക്കു പെണ്ണേ. നിന്നെ പോലെ ജീവിച്ച ഒരു പെണ്ണ് കിടക്കുന്ന കിടപ്പ് കാണാ. ഒരു ദിവസം നീയും അതുപോലെ കിടക്കേണ്ടവളാണല്ലോ. ജീവിതത്തിൽ മാറ്റം വരും പെങ്ങളെ. അല്ലാഹുവേ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് ഖബർ കുഴിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത പരിമളം, വല്ലാത്ത ഒരു സുഗന്ധം. 6 മണ്ണിന്റെ ഖബർ കുഴിച്ചു. അവസാനം ഖബറിനടിയിൽ നിന്ന് ഒരു പിടി മണ്ണുവാരി മടിയിൽ വെക്കുകയാണ്. ഒരു പിടി മണ്ണുവാരി തന്റെ മടിയിൽ വെച്ചു. പടച്ചവനെ, ഖബറടക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോ വല്ലാത്ത സുഗന്ധമാ.
വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ, ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോ നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയായിരുന്നല്ലോ, നിന്നെ ഖബറടക്കാൻ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, നിന്റെ ജനാസ ചുമന്നത് മലക്കുകളായിരുന്നല്ലോ, നിന്റെ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ. സഅദേ, എന്ത് നന്മയാ നീ ചെയ്തത്? എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ്? നിനക്ക് ഖബർ കുഴിച്ച മനുഷ്യനല്ലേ ഞാൻ, എനിക്കൊന്നു പറഞ്ഞതാ സഅദേ, അല്ലാഹ് നിനക്ക് തന്ന പ്രതിഫലം എന്തിനാണ്? അപ്പോഴാണ് സഅദ് തങ്ങൾ പറഞ്ഞത്, ഞാൻ ഓതിയ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിനും അല്ലാഹു എനിക്ക് തന്ന പ്രതിഫലമാ. ഇത് സിറാജ് വെറുതെ പറഞ്ഞതല്ല, ഇത് ഹദീസാണ്. ഇത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനൊന്ന് പാരായണം ചെയ്യണേ, ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന മദീനത്ത് മുത്തുനബിയുടെ മക്കൾ കിടക്കുന്ന ഖബർസാനിലേക്ക് കടന്നു പോകുമ്പോ അതിന്റെ മധ്യഭാഗത്തൊരു സഹാബി കിടക്കുന്നുണ്ട്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഉസ്മാൻ തങ്ങളെന്നറിയുമോ? തന്റെ വീട് മുഴുവനും ശത്രുക്കൾ വളഞ്ഞിട്ടിരിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ച ജുമുഅ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ വിടാതെ ഉസ്മാൻ തങ്ങളുടെ വീട് ശത്രുക്കൾ വളർന്നിരിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് പാരായണം ചെയ്യുകയാണ്. അപ്പോഴാണ് വീടിന്റെ വാതില് കത്തിക്കുന്നത്. ശത്രുക്കൾ വീടിനകത്ത് കയറി വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് വെട്ടുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഇടത് കൈ എവിടെന്ന് വെട്ടിമുറിക്കുകയാണ്. അപ്പോഴാണ് റബ്ബേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് കണ്ടുകൊണ്ടിറങ്ങി വരികയാണ്. ഓടി വന്നിട്ട് പിടിക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ രണ്ട് കൈയും അവിടുന്ന് വെട്ടിമുറിക്കുകയാണ്. മഹദി അവിടുന്ന് പിടഞ്ഞ് താഴെ വീണു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിയിൽ പിടിച്ചു. ശരീരം മുഴുവനും വെട്ടി നുറുക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ താഴെ വെച്ചില്ല. അത്രയും വെട്ടുകൊള്ളുമ്പോഴും ഉസ്മാൻ തങ്ങൾ നെഞ്ചത്തിങ്ങനെ ഖുർആൻ പിടിച്ചിരിക്കുകയാ. മോനെ, വെട്ടുകൊണ്ടിട്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഖുർആനിന്റെ മുകളിൽ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്, എന്റെ രക്തം വീണത് എവിടെയാ അല്ലാഹ്, എന്റെ രക്തം വീണത് എവിടെയാ അല്ലാഹ്. മോനെ, ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കുമ്പോഴും മരണത്തോട് മല്ലടിക്കുമ്പോഴും ഉസ്മാൻ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചടാ. ആ സ്വർഗമാ സിറാജ് ചോദിക്കുന്നത്, ആ സ്വർഗമാ നിങ്ങളും ചോദിക്കുന്നത്. എന്ത് യോഗ്യതയാ, എന്തർഹതയാ. ആ സ്വർഗത്തിന്റെ പരിമളം 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. ആ 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസനയൊന്ന് ശ്വസിക്കാൻ അതിനുപോലും എനിക്ക് നിനക്കൊന്നും യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പടച്ചവനെ, ഖുർആനിന്റെ തണലിൽ സ്വർഗത്തിൽ പോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. വഅദകൾക്ക് കുറവൊന്നുമില്ലല്ലോ. ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും വഅദുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വഅദില്ലാത്ത ആളില്ലല്ലോ. നിങ്ങൾ തന്നെ ഒരു പ്രസംഗിക്കാനുള്ള കഴിവുള്ളവരായല്ലോ. പക്ഷേ മാറ്റമില്ലല്ലോ. ആ പ്രസംഗം വെച്ചിരിക്കുന്ന മൊബൈലിന്റെ അകത്ത് സിനിമ കാണുന്നവരില്ലേ, എന്തെല്ലാം മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവരില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ ഇത്ര പേര് ഇവിടെ ഒരുമിച്ച് കൂടി വെറുതെ 2 മണിക്കൂർ ഓളം കാണിച്ച് ബഹളം വെച്ച് പിരിഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തു വെക്കണം, എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തു വെക്കണം. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ, ഏത് രീതിയിലാ വരുന്നതെന്നറിയില്ല.
അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കാൻ നമുക്കൊരു യോഗ്യതയുമില്ല. എന്താ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇന്ന് രാത്രി മരണപ്പെട്ടാൽ നിന്റെ കയ്യിൽ എന്തേ വാപ്പാ ഉള്ളതെന്ന് ചോദിച്ചാൽ കൈ മലർത്താനല്ലാതെ നിനക്കൊരു നന്മ പറയാനുണ്ടോ? 50 കൊല്ലം നിസ്കരിച്ചതിൽ ഒരു വഖ്ത് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ വിടാതെ ഉസ്മാന് തങ്ങളുടെ വീട് ശത്രുക്കൾ വളർന്നിരിക്കുമ്പോ ഉസ്മാന് തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ച് പാരായണം ചെയ്യുകയാണ്. അപ്പോഴാണ് വീടിന്റെ വാതില് കത്തിക്കുന്നത്. ശത്രുക്കൾ വീടിനകത്ത് കയറി വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലേക്ക് വെട്ടുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഇടത് കൈ അവിടുന്ന് വെട്ടിമുറിക്കുകയാണ്. അപ്പോഴാണ് റബ്ബേ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് കണ്ടുകൊണ്ടിറങ്ങി വരികയാണ്. ഓടി വന്നിട്ട് പിടിക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ 2 കൈയും അവിടുന്ന് വെട്ടിമുറിക്കുകയാണ്. മഹദി അവിടുന്ന് പിടഞ്ഞ് താഴെ വീണു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിയിൽ പിടിച്ചു. ശരീരം മുഴുവനും വെട്ടി നുറുക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ താഴെ വെച്ചില്ല. അത്രയും വെട്ടുകൊള്ളുമ്പോഴും ഉസ്മാൻ തങ്ങൾ നെഞ്ചത്തിങ്ങനെ ഖുർആൻ പിടിച്ചിരിക്കുകയാ. മോനെ വെട്ടുകൊണ്ടിട്ട് ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഖുർആനിന്റെ മുകളിൽ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. എന്റെ രക്തം വീണത് എവിടെയാ അല്ലാഹ്? എന്റെ രക്തം വീണത് എവിടെയാ അല്ലാഹ്? മോനെ ഇഞ്ചിഞ്ചായി വെട്ടി നുറുക്കുമ്പോഴും മരണത്തോട് മല്ലടിക്കുമ്പോഴും ഉസ്മാൻ തങ്ങൾ തന്റെ കയ്യിലിരുന്ന ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചടാ. ആ സ്വർഗവാ സിറാജ് ചോദിക്കുന്നത്, ആ സ്വർഗമാ നിങ്ങളും ചോദിക്കുന്നത്, എന്ത് യോഗ്യതയാ, എന്തർഹതയാ? ആ സ്വർഗത്തിന്റെ പരിമളം 500 കൊല്ലത്തെ വഴിദൂരം വരെ അടിച്ചു വീശുമെന്നാണ്. ആ 500 വർഷത്തെ വഴിദൂരം വരെ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ വാസനയൊന്ന് ശ്വസിക്കാൻ അതിനുപോലും എനിക്ക് നിനക്കൊന്നും യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പടച്ചവനെ, ഖുർആനിന്റെ തണലിൽ സ്വർഗത്തിൽ പോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാഹ്. വഅദകൾക്ക് കുറവൊന്നുമില്ലല്ലോ. ആരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും വഅദുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വഅദില്ലാത്ത ആളില്ലല്ലോ. നിങ്ങൾ തന്നെ ഒരു പ്രസംഗിക്കാനുള്ള കഴിവുള്ളവരായല്ലോ. പക്ഷേ മാറ്റമില്ലല്ലോ. ആ പ്രസംഗം വെച്ചിരിക്കുന്ന മൊബൈലിന്റെ അകത്ത് സിനിമ കാണുന്നവരില്ലേ? എന്തെല്ലാം മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവരില്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ ഇത്ര പേര് ഇവിടെ ഒരുമിച്ച് കൂടി വെറുതെ 2 മണിക്കൂർ ഓളം കാണിച്ച് ബഹളം വെച്ച് പിരിഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തു വെക്കണം. എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തു വെക്കണം. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. ഏത് രീതിയിലാ വരുന്നതെന്നറിയില്ല. അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കാൻ നമുക്കൊരു യോഗ്യതയുമില്ല. എന്താ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇന്ന് രാത്രി മരണപ്പെട്ടാൽ നിന്റെ കയ്യിൽ എന്തേ വാപ്പാ ഉള്ളതെന്ന് ചോദിച്ചാൽ കൈ മലർത്താനല്ലാതെ നിനക്കൊരു നന്മ പറയാനുണ്ടോ? 50 കൊല്ലം നിസ്കരിച്ചതിൽ ഒരു വഖ്ത് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നിനക്ക് പറയാൻ കഴിയുമോ?